പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ അതിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാവരും ജീവിക്കണം. അത് പറയൽ പണ്ഡിതന്മാരുടെ കർത്തവ്യമാണ്. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. തെരഞ്ഞെടുപ്പ് നടക്കൽ സ്വാഭാവികമാണ്. എത്രയോ കൊല്ലമായി തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഈ അടുത്ത കാലത്തായി ഒരു വൃത്തികേട് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ കണ്ടുവരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഉണർത്തിയില്ലെങ്കിൽ റബ്ബിന്റെ അടുക്കൽ ഉത്തരവാദിയാകുമെന്നതിനാൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. നല്ല യുവതികളായ സ്ത്രീകൾ അവരുടെ ശരീരത്തിൽ മറക്കേണ്ട സ്ഥലങ്ങളൊന്നും മറക്കാതെ തലമുടി തുറന്നിട്ടുകൊണ്ട് മാറിടം കാണിച്ചുകൊണ്ട് കൈത്തണ്ട പുറത്താക്കിക്കൊണ്ട്, അങ്ങനെ ഞാൻ എണ്ണി പറയണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, റോട്ടിലേക്ക് ഇറങ്ങി അന്യപുരുഷന്മാരോട് കൂടെ തുള്ളിക്കളിക്കുന്നതും ഒന്നിച്ച് സെൽഫി എടുക്കുന്നതും അതുപോലെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളെ പിച്ച് ചെയ്യുന്ന വിധത്തിൽ, എന്തിനധികം പറയണം, സ്വന്തം ആങ്ങളെയും പെങ്ങളും പോലെ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും പോലെ അന്യപുരുഷന്മാരുമായി ഇടകലരുന്നൊരു സ്വഭാവം സുബ്ഹാനല്ലാഹ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. വഖർന ഫീ ബയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ വഅഖിംന സ്വലാഹ്. തെറ്റുകളൊന്നും വരാൻ സാധ്യത പോലുമില്ലാത്ത നിഷ്കളങ്കമതികളായ അതേ നമ്മുടെ ഉമ്മമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഐഷ റളിയല്ലാഹു അൻഹയെ പോലെ, ഹഫ്സ റളിയല്ലാഹു അൻഹയെ പോലെ നബി തങ്ങളുടെ ഭാര്യമായി ജീവിക്കുന്നവരോട് പോലും ഖുർആനിന്റെ നിർദ്ദേശം, നിങ്ങൾ അത്യാവശ്യത്തിനല്ലാതെ ആവശ്യമില്ലാതെ പുറത്തിറങ്ങണ്ട, ആവശ്യത്തിന് പോകുന്നത് അനുവദിച്ചിട്ടുണ്ട്. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങളെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണം, ആവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങിക്കൂടാ. അതേപോലെ വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ, നിങ്ങൾ പഴയകാലത്ത് വിവരമില്ലാത്ത ആളുകൾ ഇസ്ലാമിന്റെ ആശയങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് കാട്ടിക്കൂട്ടിയിരുന്ന ജാഹിലിയ സ്വഭാവത്തിലുള്ള ഭംഗി പ്രകടിപ്പിക്കുന്ന ഏർപ്പാടുകൾ ചെയ്യാൻ പാടില്ല. വഅഖിംന സ്വലാത്ത്, സ്ത്രീകളെ നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിസ്കാരം നിർവഹിക്കണം. വാസ്തവത്തിൽ നിസ്കാരം എന്ന് പറയുന്നത് പടച്ചറബുമായുള്ള ഒരു സംഭാഷണമാണ്. അത് ഭക്തിപൂർവ്വം നിർവഹിക്കുന്ന ഒരു സംഗതിയാണ്. അള്ളാഹുവിലേക്ക് മനസ്സും ശരീരവും തിരിച്ചു ചെയ്യുന്ന കാര്യമാണ്. എന്നിട്ട് പോലും അതിന് പോലും സ്ത്രീകളെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടണ്ട, മറിച്ചു വബയൂതുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് അവരെ വീടാണ് നിസ്കാരത്തിന് ഖൈർ എന്ന് പഠിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിച്ചു തന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം അത് കാറ്റിൽ പറത്തിയിട്ട് ഇവിടെ ഒരിക്കലും തന്നെ രാഷ്ട്രത്തിനോ സമുദായത്തിനോ നന്മ ചെയ്യാൻ കഴിയുമെന്ന് ഒരാളും ചിന്തിച്ചു പോകല്ലേ. കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹു മാത്രമാണ്. ആ അല്ലാഹു തആല അവൻ ഇസ്സത്ത് തന്നാൽ നമുക്ക് ഇസ്സത്തുണ്ട്. അവൻ അതാ നമ്മെ നിന്യമാക്കിയാൽ നമ്മൾ നിന്യരാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലി വലിൽ മുഅ്മിനീൻ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചതാണ്. ഇസ്സത്ത് അല്ലാഹുവിനാണ്, അവന്റെ റസൂലിനാണ്, വലിൽ മുഅ്മിനീൻ വിശ്വാസികൾക്കാണ്. ആ വിശ്വാസം പാലിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നയിക്കേണ്ടതുണ്ട്. അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ ഉന്നതന്മാരാണ്, ഏറ്റവും ഉന്നതന്മാരാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തതുപോലെയുള്ള സംഘടനാ സംവിധാനങ്ങളോ ഇന്നത്തതുപോലെയുള്ള സ്ഥാപന സംവിധാനങ്ങളോ ഇന്നത്തതുപോലെയുള്ള മറ്റ് സംഘടനാ ശക്തികളോ ഒന്നുമില്ലാത്ത കാലമല്ലേ നമ്മുടെ ബാപ്പമാരുടെ കാലം, അവരുടെ ബാപ്പമാരുടെ കാലം. സാമ്പത്തികമായി ഇന്നത്തതുപോലെയുള്ള ഭദ്രത ഒരുപക്ഷെ കൈവരിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ അവരുടെ കാലത്ത് മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്ത് എത്രയായിരുന്നു? മുസ്ലിം സമുദായത്തിന്റെ നിലനിൽപ്പിന് യാതൊരു ഭീഷണിയും ഉണ്ടായിരുന്നില്ല. ഈ ഭീഷണികൾ മുഴുവനും ഇപ്പോൾ വന്നത് എപ്പോഴാണ്? പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾക്കൊരു വിലയും കൽപ്പിക്കാതെ പടച്ചവൻ എന്തോ ആകട്ടെ, പടച്ചവന്റെ നിയമം എന്തോ ആകട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനപ്രകാരം എന്തും ചെയ്യുമെന്ന് ഒരു അതാ ആഗ്രഹത്തോടെ ആവേശത്തോടെ മുസ്ലിം സ്ത്രീകൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ പിച്ച് ചീന്താനിറങ്ങിയപ്പോൾ അതിന് ഭർത്താക്കന്മാരും ബാപ്പമാരും ആങ്ങളമാരും കുടുംബവുമൊക്കെ സമ്മതം കൊടുത്തപ്പോൾ ഒന്നിന് പിറകെ ഒന്നായി മുസീബത്തുകൾ വരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, യുദ്ധങ്ങൾ അടിക്കടി അതാ ഉണ്ടാകുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് സ്വന്തം വീട്ടിൽ അടുപ്പിൽ കത്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് മൊത്തം സമുദായം മാത്രമല്ല, ഈ സമുദായത്തിന്റെ പേരിലല്ലേ മറ്റുള്ളവർ കൂടി കാവല് കിട്ടേണ്ടത്. ഈ സമുദായം പിഴക്കുമ്പോൾ മറ്റുള്ളവർക്കടക്കം അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നു. ഇതിനെ സംബന്ധിച്ച് നല്ല ബോധം മുസ്ലിം സമുദായത്തിനുണ്ടാകണം എന്നും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന നിലക്ക്, അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്ന നിലക്ക് ഈ കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തി നമ്മുടെ കുടുംബത്തെ, നമ്മെ
നമ്മൾ ശരീഅത്തിന്റെ നിയമപ്രകാരം തന്നെ ജീവിക്കാൻ നമ്മൾ പ്രചോദനം നൽകണമെന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തട്ടെ.